നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടി അന്വേഷിച്ച് തീർപ്പാക്കേണ്ട വിഷയമല്ല CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോപണ വിധേയൻ MLA ആണെന്നുള്ളത് ഗൗരവതരമെന്നും സണ്ണി ജോസഫ്. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് നാട്. സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിനാചരണ പരിപാടിക്കിടെ മന്ത്രി കുഴഞ്ഞു വീണു. പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ആശുപത്രിയിലേക്ക് മാറ്റി. മുഴപ്പിലങ്ങാട് മഠത്തിനടുത്ത് ലോറി മറിഞ്ഞ് അപകടം. വഴിയാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. പാർട്ടി അന്വേഷിച്ച് തീർപ്പാക്കേണ്ട വിഷയമല്ല CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോപണ വിധേയൻ MLA ആണെന്നത് ഗൗരവമുള്ളതാണ്. ഇനി CPM പുറത്തുവിടുന്നത് കെട്ടിച്ചമച്ച കണക്കുകൾ ആയിരിക്കുമെന്നും CPMലേക്ക് എന്ന വാർത്ത ശശി തരൂർ തന്നെ നിഷേധിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇത് പുതുതായിട്ടല്ല കേരള പൊതുസമൂഹം അറിയുന്നത്. നേരത്തെയും ഈ വിഷയം CPMൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നുവെന്ന്. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെങ്കിൽ തന്നെ ഒരാരോപണം ഉയരണമല്ലോ. അപ്പൊ രക്തസാക്ഷി ഫണ്ട് തിരിമറി സംബന്ധിച്ച് ഗൗരവമേറിയ ഒരാക്ഷേപം CPMന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ഒഴിഞ്ഞ് മാറി നിന്നതാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമാണ്, തർക്കരഹിതമാണ്. അതൊരിക്കലും CPM നേതൃത്വം അംഗീകരിക്കുമെന്ന് കരുതേണ്ടതില്ല. ഗുരുതരമായ ക്രമക്കേടും പണാപഹരണവും നടന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ആരന്വേഷിച്ചു? TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചു എന്ന രൂപത്തിലാണോ ഈ അന്വേഷണം നടത്തിയത്? എന്താണ് അന്വേഷണ റിപ്പോർട്ട്? പാർട്ടിക്കകത്ത് മാത്രം ഒതുങ്ങുന്നതാണോ ഈ ധനാപഹരണം? ഇപ്പൊ കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാള് സധൈര്യം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസ് നേതാക്കന്മാരെ മർദ്ദിക്കുന്ന ശൈലി CPM സ്വീകരിച്ചു. അപ്പൊ എന്താണ് അവർ ഭയപ്പെടുന്നത്? ഒരു MLAക്കെതിരെ ഉയർന്ന പാർട്ടി തലത്തിൽ തന്നെ ഉയർന്ന ഗൗരവമേറിയ സാമ്പത്തിക തിരിമറി സംബന്ധിച്ച ആരോപണം ആ നിയോജകമണ്ഡലത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ അവരെ അക്രമത്തിന്റെ ഭാഷയിൽ നേരിടാനാണോ CPM തീരുമാനിക്കുന്നത്? രാജ്യത്തിന്റെ പരമാധികാരം വിളംബരം ചെയ്യുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനമെന്നും രാജ്യത്തിന്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും പരിപാലിക്കപ്പെടണമെന്നും പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. റിപ്പബ്ലിക് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ലോകചരിത്രത്തിലെ മഹാസംഭവമാണ്. ബ്രിട്ടീഷ് അധികാരത്തിന്റെ ചെറുതും വലുതുമായ നിരവധി നടപടികളും തീരുമാനങ്ങളുമെല്ലാം എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പ്രതിസ്പന്ദിച്ചുകൊണ്ട് ദേശാഭിമാനജനമായ പരിപാടികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും വരുത്തി വെക്കേണ്ട മാറ്റങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഭരണഘടനാപരമായി എന്ന് വിളംബരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ് നമ്മുടെ ഇന്നത്തെ ദിനം, ജനുവരി 26. അതിന് പ്രാധാന്യവും വിസ്മരിക്കാനേ കഴിയില്ല. ഭരണഘടനാപരമായി നിങ്ങൾക്കും എനിക്കും അവകാശങ്ങളുണ്ട്. ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും മുന്നിൽ നമുക്ക് അറിയാൻ കഴിയില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന് വിളംബരം ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കൃതി കരഭേദങ്ങളും വർണ്ണഭേദങ്ങളും കാലാവസ്ഥയും എല്ലാം തന്നെ വ്യത്യസ്തമാണ്.                                                                                                            ഭാഷയും അർത്ഥധാന രീതിയും എല്ലാം പക്ഷേ
ഈ ബഹുമുഖമായ വൈവിധ്യങ്ങളുടെ സാഹചര്യത്തിലും ഇന്ത്യയെ അഖണ്ഡമായി നിലനിർത്തുന്ന അർവചനീയമായ ദേശാഭിമാനജലമായ അർത്ഥബോധമുണ്ട്. അത് നഷ്ടപ്പെടുത്തിക്കൂട. അത് നഷ്ടപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരായിട്ടുള്ള പോരാട്ടം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, രാജ്യത്തിൻ്റെ ഭരണഘടന, രാജ്യത്തിൻ്റെ ഒത്തുമായ മതനിരപേക്ഷത, മതേതരത്വം ഒക്കെ പരിപാലിക്കാൻ രാജ്യത്തെ ജനങ്ങൾ സന്നദ്ധമാകേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. രാജ്യത്തിന്റെ പരമാധികാരം വിളംബരം ചെയ്യുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനമെന്നും രാജ്യത്തിന്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും പരിപാലിക്കപ്പെടണമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ അഖണ്ഡത നഷ്ടപ്പെടുത്തരുത്. പൗരന്റെ ജനാധിപത്യപരമായ അവകാശ ലംഘനത്തിനെതിരെ പോരാടുക തന്നെ വേണം. അമൂല്യമായ ഭരണഘടനയ്ക്ക് വിധേയമായ ജനാധിപത്യം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിൽ നടന്ന പരേഡ് പ്രൗഢോജ്വലമായി. കമാൻഡർ അഭിഷേക് ഷിറ, സെക്കൻഡ് ഇൻ കമാൻഡന്റ് TM വിപിൻ എന്നിവർ നേതൃത്വം നൽകി. KAP 4ാം ബറ്റാലിയൻ മാങ്ങോട്ടുപറമ്പ്, കണ്ണൂർ സിറ്റി പോലീസ്, കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, സേനാ വിഭാഗങ്ങൾ, വിവിധ കോളേജ്, സ്കൂൾ എന്നിവിടങ്ങളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ, റെഡ് ക്രോസ് ഉൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. കണ്ണൂർ DSC, ആർമി പബ്ലിക് സ്കൂൾ, കടമ്പൂർ HSS, സെന്റ് തെരേസാസ് സ്കൂൾ എന്നിവയുടെ ബാൻഡും ചടങ്ങിലെ മുഖ്യാതിഥി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അഭിവാദ്യം അർപ്പിച്ചു. കുടുംബശ്രീ കണ്ണപുരം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബാൻഡ് പരേഡിലെ വേറിട്ട അനുഭവമായി. കുടുംബശ്രീ, എക്സൈസ്, ശുചിത്വ മിഷൻ, ജില്ലാ മെഡിക്കൽ ഓഫീസ്, പോലീസ് എന്നിവയുടെ നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നു. KAP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പിനെ ഏറ്റവും മികച്ച പ്ലാറ്റൂണായി തെരഞ്ഞെടുത്തു. ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂർ റൂറൽ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന വനിതാ പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. DSC കണ്ണൂർ ബാൻഡ്രൂം വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ്. NCC സീനിയർ ഡിവിഷൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബോയ്സ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കടമ്പൂർ ട്രൂപ്പ് ലീഡർ ആദിത്യദേവ് AT സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗേൾസ് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചരക്കണ്ടി ട്രൂപ്പ് ലീഡർ ആളകനന്ദ പോള കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NCC ബാൻഡ് ട്രൂപ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഗേൾസ് കാടാച്ചിറ ജൂനിയർ റെഡ് ക്രോസ് ഗേൾസ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടാളി ട്രൂപ്പ് ലീഡർ ലംഹ ഫാത്തിമ വർണ്ണശ്രമണവും പ്രൗഢഗംഭീരവുമായ സെറിമോണിയിൽ പരേഡിന് അകമ്പടിത്താളം ഒരുക്കുന്ന കണ്ണൂർ സെന്റ് തെരേസാസ് ആംഗ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ്രൂം ദേവാങ്കര നയിക്കുന്ന സെന്റ് തെരേസാസ് ആംഗ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ്രൂം. വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്ലാറ്റൂണിലുള്ള പുരസ്കാരം ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ സമ്മാനിച്ചു. തുടർന്ന് ജില്ലയിലെ സംഗീത അധ്യാപകർ ആലപിച്ച ദേശഭക്തി ഗാനം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. എക്സൈസ് ഇൻസ്പെക്ടർ ആലക്കോട് റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കണ്ണവ റേഞ്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പോളിടെക്നിക് കോളേജ് NCC സീനിയർ ഡിവിഷൻ. ശ്രീലക്ഷ്മി N. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. കോർപ്പറേഷൻ മേയർ P. ഇന്ദിര, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ, ഡെപ്യൂട്ടി മേയർ KP താഹിർ,
കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ ദീപക്, സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൽ, അസിസ്റ്റന്റ് കളക്ടർ എഫ് ദദെ മുസ്തിർ, ADM കലാഭാസ്കർ, കണ്ണൂർ DSC സെന്റർ കമാൻഡന്റ് പരംവീർ സിംഗ് നാഗ്ര, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന റിപ്പബ്ലിക് ദിനാചരണ പരിപാടിക്കിടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തളർച്ച അനുഭവപ്പെട്ടു. രാവിലെ 9:30 പോലീസിന്റെയും വിവിധ വകുപ്പുകളുടെയും പരേഡ് സ്വീകരിച്ചതിനു ശേഷം റിപ്പബ്ലിക് പ്രസംഗം നടത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും ചേർന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന റിപ്പബ്ലിക് ദിനാചരണ പരിപാടിക്കിടെയാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തളർച്ച അനുഭവപ്പെട്ടത്. രാവിലെ 9:30 പോലീസിന്റെയും വിവിധ വകുപ്പുകളുടെയും പരേഡ് സ്വീകരിച്ചതിന് ശേഷം റിപ്പബ്ലിക് പ്രസംഗം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും ചേർന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. മുഴപ്പിലങ്ങാട് മഠത്തിനടുത്ത് ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. വഴിയാത്രക്കാരനായ ജെയ്സനാണ് മരിച്ചത്. മുഴപ്പിലങ്ങാട് ബീച്ച് സ്വദേശിയാണ് ജെയ്സൺ. തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ തലശ്ശേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വൈസ് ചെയർപേഴ്സൺ വി സതി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷം മാഹിയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാഹി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ആഘോഷ പരിപാടിയിൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. മാഹി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മാഹി അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ പതാക ഉയർത്തി. The national tricolor, which is the തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ മാഹി, VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളി. തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പുതുച്ചേരി പോലീസ്, ആംഡ് പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, ഹോം ഗാർഡ്, നേവൽ വിംഗ്, NCC, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അണിനിരന്നു. NCC ജൂനിയർ വിംഗ് PM ശ്രീ ജവഹർലാൽ നെഹ്റു C. Varadan Government Higher Secondary School Mahi. VN Purushothaman Government Higher Secondary School Pallur.
PMC ജവഹർ നവോദയ PMC Saint Teresa Higher Secondary School. മാഹി MLA രമേശ് പറമ്പത്ത്, പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ്, മുൻ MLA രാമചന്ദ്രൻ മാസ്റ്റർ, മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയകുമാർ ഗാഡ്ഗെ, മാഹി മുനിസിപ്പൽ കമ്മീഷണർ ശ്രീജിത്ത് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. Come on,
പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ പതാക ഉയർത്തി. പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ പതാക ഉയർത്തി. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്നിവിടെ ആഘോഷിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൽ ഉടനീളം എല്ലാ നമ്മുടെ ജനവിഭാഗങ്ങളും ഈ ഒരു ആഘോഷം നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും അതുപോലെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തത് 1950 ജനുവരി 26-നാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഭരണഘടന രചയിതാവ്, ഭരണഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നമ്മുടെ മഹാനായ ഡോക്ടർ അംബേദ്കർ, അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതുണ്ട്. വൈസ് ചെയർമാൻ ബാബു മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഹേൽ മേക്കുന്ന്, നിഷിത ചന്ദ്രൻ, നജീർ, കൗൺസിലർമാരായ മുനീർ NB, ഹുസൈൻ, അഫ്സത്ത്, അൻസത്ത്, ഷമീന സുബൈർ, ആബിദ അഷ്റഫ്, നാഫിയ, നഗരസഭാ സ്റ്റാഫ് അംഗങ്ങളായ ഷാമിൽ, ഷിംന, നൌഷാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയുടെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന റാലി സംഘടിപ്പിച്ചു. നഗരസഭാ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡ് അമർ ജവാൻ യുദ്ധ സ്മാരകത്തിന് മുന്നിൽ സമാപിച്ചു. തലശ്ശേരി നഗരസഭയുടെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന റാലി സംഘടിപ്പിച്ചു. നഗരസഭാ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡ് അമർ ജവാൻ യുദ്ധ സ്മാരകത്തിന് മുന്നിൽ സമാപിച്ചു. തലശ്ശേരി നഗരസഭയിൽ നിന്നും ആരംഭിച്ച് അമർനാഥ് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പുഷ്പാർച്ചനയും നടത്തി. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ഡേയാണ് ഇന്ന് രാജ്യമാകെ കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൽ സംയുക്താഭിമുഖ്യത്തിൽ ഇവിടെ അതിൻ്റെ ഒരു പിന്തുടർച്ച നിരക്ക് ആചരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഏറ്റവും ലോകത്ത് ഉയർത്തപ്പെടുന്ന കാര്യം അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ജനാധിപത്യം
ഒരു ഗവൺമെന്റ് അതിനെ സൂക്ഷിക്കണം. മറ്റൊന്ന് മതേതരത്വം ഇന്ത്യയിൽ നിലനിൽക്കുന്നതുകൊണ്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കിയുള്ള ഇന്ത്യൻ ജനതകൾക്ക് സ്വാതന്ത്ര്യവും സാഹോദര്യവും നേടാൻ സാധിക്കുന്ന ഈ ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് ചടങ്ങിൽ മേജർ ജനറൽ ടി പത്മിനി, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വി പി പുഷ്പരാജൻ, നഗരസഭാ കൌൺസിലർമാർ, മുൻ കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, വിമുക്ത ഭടന്മാർ, NCC കേഡറ്റുകൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ബേക്കറി അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്തു. നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനം. കണ്ണൂർ വിഷൻ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കണ്ണൂർ വിഷൻ ടവറിൽ COA ഭവനിൽ സംഘടിപ്പിച്ചു. പ്രോഗ്രാമിൽ 50ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. +2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പേടി മാറ്റാനും ഉചിതമായ കരിയർ കണ്ടെത്തി ഭാവി സുരക്ഷിതമാക്കാനുമായാണ് കണ്ണൂർ വിഷൻ ചാനൽ സൗജന്യ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഒരുക്കിയത്. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള മാനസിക സംഘർഷങ്ങൾ, പരീക്ഷാ ഉത്കണ്ഠ തുടങ്ങിയവ അകറ്റുന്നതിനു വേണ്ടി കണ്ണൂർ വിഷൻ ചാനൽ ഒരുക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. കണ്ണൂർ വിഷൻ ടവറിലാണ് ആദ്യത്തെ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇനി വരുന്ന ഒഴിവു ദിവസങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കണ്ണൂർ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി ജയകൃഷ്ണൻ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസും അതുപോലെ പരീക്ഷയോടുള്ള ഭയവും അകറ്റുന്നതിന് വേണ്ടി കണ്ണൂർ വിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഇന്ന് കണ്ണൂർ വിഷൻ ടവറിലാണ് അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രജിസ്ട്രേഷൻ വരുന്നതിനനുസരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഇനി വരുന്ന ഒഴിവു ദിവസങ്ങളിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ പ്രതികരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അവരെ ഗൈഡ് ചെയ്യുകയും അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കോഴ്സ്, ഏത് മേഖലയിലേക്കാണ് അവർ കടക്കേണ്ടത് എന്ന് അവരുടെ കഴിവുകളെ വെച്ച് അവരെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വരും വർഷങ്ങളിൽ ഇത് കുറച്ചുകൂടി ചെറിയ ക്ലാസ് തൊട്ട് ഒരു 8ാം തരം മുതലുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും തുടർച്ചയായി ഇത്തരം കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നടത്താനാണ് മാനേജ്മെൻറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വിഷൻ ചാനൽ വിദ്യാർത്ഥികൾക്കായി മികച്ച കരിയർ ഗൈഡൻസ് പ്രോഗ്രാമാണ് ഒരുക്കിയതെന്നും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും മികച്ച മുതൽക്കൂട്ടായിരിക്കുമെന്നത് ഉറപ്പാണെന്നും കരിയർ ഗൈഡൻസ് ഫാക്കൽറ്റി ലത്തീഫ് പി മൈക്കൂട്ട് പറഞ്ഞു. കണ്ണൂർ വിഷൻ പോലുള്ള ഒരു ദേശീയ മാധ്യമ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമാണ് നടത്തിയിട്ടുള്ളത്. കാരണം കുട്ടികളെ സംബന്ധിച്ചോളം 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ സമയത്ത് അവരൊരു കൺഫ്യൂഷൻ തീർക്കാനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗമാണ് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമുകളിലേക്ക് ഇവിടെ ആളുകളെ എത്തിക്കാനും അതുപോലെ അവരെ നല്ല രീതിയിൽ മികച്ച ട്രെയിനേഴ്സിനെ കൊണ്ട് അവർ ക്ലാസ് നൽകാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിലൊരു ഫാക്കൽറ്റി ആയതിൽ എനിക്ക് കൂടി സന്തോഷമുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കുട്ടികളുടെ ഭാവിയിലേക്ക് ഏറ്റവും മികച്ച മുതൽക്കൂട്ടാവുമെന്ന് ഉറപ്പാണ്. പങ്കെടുത്ത കുട്ടികളുടെ ആ ഒരു ഫീഡ്ബാക്കോടുകൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബാങ്കിംഗ്,
ഏവിയേഷൻ, സിവിൽ സർവീസ്, ജേർണലിസം, IT സെക്ടർ, ഗവൺമെന്റ് ജോബ്സ് തുടങ്ങി നിരവധി തൊഴിലധിഷ്ഠിത മേഖലകളിലെ സാധ്യതകളെക്കുറിച്ചും പരീക്ഷയെ ഭയപ്പെടാതെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കാൻ കണ്ണൂർ വിഷൻ ചാനൽ ഒരുക്കിയ നെക്സ്റ്റ് സ്റ്റെപ്പ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലൂടെ സാധിച്ചു. കണ്ണൂർ വിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ KG ജയരാജ്, കാൻട്രസ്റ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഡയറക്ടർമാരായ KK വിജയൻ, സുധീർ, COA കണ്ണൂർ ജില്ലാ അംഗം KV രാജൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പിണറായി പെരുമ സർഗോത്സവത്തിന് കൊടിയുയർന്നു. പിണറായി കൺവെൻഷൻ സെന്ററിൽ നാടകനടി നിലമ്പൂർ ആയിഷ കൊടിയേറ്റി. 2 ആഴ്ച നീളുന്ന കലാമാമാങ്കത്തിനാണ് തിരശ്ശീല ഉയർന്നത്. ആദ്യ ആഴ്ച പിണറായി കൺവെൻഷൻ സെന്ററിൽ നാടകോത്സവവും 2ാമത്തെ ആഴ്ച പെരുമ ടോക്സും ഫിലിം ഫെസ്റ്റിവലും നടക്കും. മെഗാ ഷോ പിണറായി AKG സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. നാടകോത്സവവും നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇന്നത്തെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാടക സംവിധായകൻ ജിനോ ജോസഫ് അധ്യക്ഷനായി. OV ജനാർദ്ദനൻ സ്വാഗതവും എലിയൻ അനിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് മലയാള നാടകവേദി തിരുവനന്തപുരം അവതരിപ്പിച്ച സ്വന്തം നാമധേയത്തിൽ നാടകം അരങ്ങേറി. 30 വരെ രാത്രി 7-ന് നാടകം അരങ്ങേറും. ഞായറാഴ്ച കടക്കാവൂർ SS നടനസഭ അവതരിപ്പിക്കുന്ന വിക്ടറി ആർട്സ് ക്ലബ്, തിങ്കളാഴ്ച KPSCയുടെ ഭഗവന്തി, 27-ന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദഭൈരവി, 28-ന് ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ പത്തനാപുരം അവതരിപ്പിക്കുന്ന ഗാന്ധി, 29-ന് വടകര വരദയുടെ ഇരുട്ടിന്റെ ആത്മാവ്, 30-ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കാണ് എന്നീ നാടകങ്ങൾ അരങ്ങേറും. 31-ന് വൈകിട്ട് 6:30-ന് കൺവെൻഷൻ സെന്ററിൽ പെരുമ കലാകേന്ദ്രം പരിശീലിപ്പിച്ച കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റവും രാത്രി 8-ന് മെന്റലിസ്റ്റ് അനന്തുവിന്റെ മെന്റലിസം ഷോയും നടക്കും. കവിയരങ്ങ് 28, 29 തീയതികളിൽ നടക്കും. ഫെബ്രുവരി 1 മുതൽ 7 വരെ നടക്കുന്ന ടോക്ക് സീരീസിൽ ലോകപ്രശസ്ത പ്രതിഭകൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്ന പ്രതിനിധികളുമായി സംവദിക്കും. 1 മുതൽ വൈകിട്ട് 5-ന് സിനിമാ പ്രദർശനവും നടക്കും. 1 മുതൽ 7 വരെ മെഗാമേള പിണറായി AKG സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ എരഞ്ഞോളി ബോട്ട് ജെട്ടി പരിസരം ശുചീകരിച്ചു. ചിറക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്, ഹരിത കർമ്മസേന, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടന്നത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ബോട്ട് ജെട്ടി പരിസരം ശുചീകരിച്ചു. ചിറക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, ഹരിത കർമ്മസേന, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടന്നത്. ബോട്ട് ജെട്ടിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിയത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ദിനം ആചരിക്കുമ്പോൾ കേരളം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി ഈ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തും പങ്കുചേരുകയാണ്. അതുപോലെ തന്നെ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഒരു നിഗമനത്തിന്റെ ഭാഗമായി ഈ തലശ്ശേരി ബ്ലോക്കിലെ ഭൂഗർഭജലം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുകയാണ്. ഉറവുപറ്റാതെ എരഞ്ഞോളി എന്നുള്ള ക്യാപ്ഷൻ ഉയർത്തിക്കൊണ്ട് നമ്മൾ അതിനുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശുചീകരണ മിഷൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വൃത്തിയുള്ള എരഞ്ഞോളി എന്ന ക്യാപ്ഷൻ ഉയർത്തിക്കൊണ്ട് ഒരു ശുചീകരണ ക്യാമ്പയിനും നമ്മൾ നടത്താൻ വേണ്ടി ആലോചിക്കുകയാണ്. ഈ വരുന്ന പദ്ധതികളിൽ പ്രൊജക്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത് രണ്ടിനും മുൻകൈ എടുത്തുകൊണ്ട് വാർഡംഗം സുശീൽ ചന്ദ്രോത്ത് അധ്യക്ഷനായി.
തലശ്ശേരി ബ്ലോക്കിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഭൂഗർഭജല സംവിധാനം കുറഞ്ഞുവരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ചയും നടന്നു. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ, SPC ഇൻചാർജ് ശ്രീജിനി, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CK ജസീൻ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീറ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാങ്ങാട്ടിടം പഞ്ചായത്ത് പൊതുശുചീകരണം സംഘടിപ്പിച്ചു. ശുചീകരണ പ്രവൃത്തി 3ാം പീടികയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാങ്ങാട്ടിടം പഞ്ചായത്ത് പൊതുശുചീകരണം 3ാം പീടികയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് ഉദ്ഘാടനം ചെയ്തു. ഇതിനപ്പുറത്തേക്ക് മാലിന്യം കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ മറ്റ് സാമൂഹിക പ്രത്യാഘാതങ്ങളും, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ശാസ്ത്രീയമായിട്ടുള്ള നിലയിൽ സംസ്കരണ രീതികളിലേക്ക് മാറ്റുക എന്നുള്ളത് കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് അവലംബിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ആ രീതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ 40,000-ഓളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു സംവിധാനമായിട്ട് നമ്മുടെ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ പൊതുയിടങ്ങളൊക്കെ ഓരോ ഘട്ടമായിട്ടും ശുചീകരണം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് നീർച്ചാലുകൾ, തോടുകൾ, അതുപോലെ തന്നെ പുഴകൾ ഉൾപ്പെടെയുള്ളവ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ വലിയ ശ്രമഫലമായിട്ട് കേരളത്തിൽ മാറ്റിയെടുക്കുന്നതിനായിട്ട് മാലിന്യമുക്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടത്താൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് K സന്ധ്യാലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK വിപിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ OT രശ്മി, KN ഗോപി മാസ്റ്റർ, ഷബ്ന, ശുചിത്വ മിഷൻ ജില്ലാ RP MK സുരേഷ് കുമാർ, ഹരിത കേരള മിഷൻ ജില്ലാ RP ബാലൻ വയലേരി എന്നിവർ സംസാരിച്ചു. 2ാം വാർഡംഗം PK ബഷീർ നന്ദി പറഞ്ഞു. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 21ാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് 2026ന്റെ ഭാഗമായി നാട്ടരങ്ങ് നാടൻ കലകളുടെ സംഗമം സംഘടിപ്പിച്ചു. പള്ളൂർ VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത്. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 21ാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് 2026ന്റെ ഭാഗമായി നടത്തുന്ന നാട്ടരങ്ങ് നാടൻ കലകളുടെ സംഗമം പള്ളൂർ VN പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഖത്തർ റേഡിയോ മുൻ ഡയറക്ടർ A യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ ഭൂമികയിൽ ഒരു കാലത്ത് മലയാളത്തിൻ്റെ ആയോധന മുറ എന്ന് പറയാൻ സാധിക്കുന്നത് അതും ഒരു ഫോക്ക് സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ കളരി അഭ്യാസ മുറകളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ രാത്രിയെ സന്തോഷപൂർണ്ണമാക്കുമ്പോൾ, സമ്പന്നമാക്കുമ്പോൾ, പാരസ്പര്യത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ, ആവർത്തിച്ചടിവരയിട്ട് പറയട്ടെ, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് നമ്മളെല്ലാം ഒന്നാണ്. നമ്മളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ചൂടുള്ള മനുഷ്യരക്തമാണ്. അതിനെ മാനിക്കാൻ, അംഗീകരിക്കാൻ, ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ഉള്ള ഒരു മഹത് സന്ദേശത്തിൻ്റെ പ്രഖ്യാപനം, വിളംബരം കൂടിയായിട്ട് യുവാക്കളുടെ, അതിനോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയദർശിനി ക്ലബിൻ്റെ ഭാരവാഹികൾ ഒരു മഹത് സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നത്. ആ സന്ദേശം ജനഹൃദയങ്ങളിൽ നിൽക്കട്ടെ. അതാണ് ഇനി നമ്മുടെ നാട്ടിന് ആവശ്യമായിട്ടുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ സത്യൻ കേളോത്ത് അധ്യക്ഷനായി. പ്രിയദർശിനി വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് മയ്യഴിയിലെ 500-ൽ പരം വരുന്ന യുവ കലാകാരന്മാർ ഒരുക്കിയ മെഗാ തിരുവാതിര, മെഗാ ഒപ്പന, മാർഗംകളി, കളരിപ്പയറ്റ് പ്രദർശനം, കൈകൊട്ടിക്കളി, യോഗ, ഡാൻസ്, നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറിയത്.
PC ദിവാനന്ദൻ മാസ്റ്റർ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അംഗം TC ബിന്ദു, KK രാജീവ് മാസ്റ്റർ, ഇസ്മയിൽ മാസ്റ്റർ, വനിതാവേദി പ്രസിഡന്റ് PTC ശോഭ, ഷിജിന സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം പൊന്നം തെക്കേവയലിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം പൊന്നം തെക്കേവയലിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി ഈ കേരളം എങ്ങനെയാണ് രാജ്യത്തിനാകെ മാതൃകയായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ലോകത്ത് ജനകീയ ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, ലോകത്തിലെ 2ാമത്തെ പ്രദേശം, അതാണ് കേരളം. ഗർഭിണികൾ ഏറ്റവും കുറച്ച് മരിക്കുന്ന നാട് ഇന്ത്യ രാജ്യത്ത് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറേ ആളുകൾക്ക് വിദ്യാഭ്യാസമുള്ള നാട് കേരളമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാർ അവരെല്ലാം വിദ്യാസമ്പന്നരാണ് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ല. അങ്ങനെ മറ്റൊരു നാട് ഇന്ത്യ രാജ്യത്തില്ല. 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ മക്കളും സ്കൂളിൽ പോകുന്ന ഒരൊറ്റ പ്രദേശമേ ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്. ഇത്രയേറെ വ്യക്തിഗത ശുചിത്വം കാത്തുസൂക്ഷിക്കുന്ന മറ്റൊരു സമൂഹം ഇന്ത്യയിൽ പറയില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വീടുകളിൽ താമസിക്കുന്നവർ മലയാളികളാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറേ ആളുകൾക്ക് സ്വന്തമായി സ്വത്തവകാശമുള്ളത് കേരളത്തിലാണ്. ഏതാണ്ട് 90% ആളുകൾക്ക് സ്വന്തമായി സ്വത്തവകാശമുള്ള ഒരു നാട്, അതാണ് കേരളം. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് പരാമർശിച്ചാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയും. ഈ നിലയിലെല്ലാം രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള ഒരു നാടായി നമ്മുടെ കേരളത്തിന് മാറാൻ കഴിഞ്ഞു എന്ന കാര്യം അഭിമാനത്തോടെ ഓർമ്മിക്കുമ്പോൾ തന്നെ ആയുസ്സിലെ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ നാടാണ് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ തന്നെ രോഗാതുരതയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ നില അത്ര ആശാസ്യമല്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഏതെങ്കിലും നിലക്കുള്ള മെഡിസിൻ ഉപയോഗിക്കാത്ത ആളുകൾ കേരളത്തിൽ വളരെ അപൂർവമാണ്. ഇപ്പോൾ നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളുടെ, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഷുഗർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തലസ്ഥാനമാണ് കേരളം. ഇതിലേറ്റവും കുറേ ആളുകൾ ഈ രോഗം നേരിടുന്ന ഒരു നാട് കേരളമാണ്. സമീപകാലത്തുള്ള ചില കണക്കുകൾ തെളിയിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ആളുകൾ ക്യാൻസർ കൊണ്ട് മരിക്കുന്ന ഒരു നാട് ഇന്ന് കേരളമാണെന്നാണ്. അപ്പൊ ആരോഗ്യരംഗത്ത് വലിയ നിലക്കെല്ലാം നമ്മൾ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ രോഗാതുരത ഒരു വലിയ ഭീഷണിയായി നമ്മുടെ രാജ്യത്തിനകത്ത് നിൽക്കുകയാണ്. ജില്ലയിലെ 265 വില്ലേജുകളിലാണ് കൃഷി നടപ്പാക്കുന്നത്. CPIM തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ അധ്യക്ഷനായി. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, KGOA, NGO യൂണിയൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് കൃഷി ഇറക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഓരോ ലോക്കലിലും ചന്തകൾ സംഘടിപ്പിച്ച് വിളവെടുത്ത പച്ചക്കറികൾ വിതരണം ചെയ്യും. ചടങ്ങിൽ മികച്ച കർഷകൻ രാമകൃഷ്ണനെ ആദരിച്ചു. MC പവിത്രൻ, K രഞ്ജിത്ത്, A വാസു, PP സുജയ, C ഹരീന്ദ്രൻ, AK ഷിജു, PP സാജിദ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ MV രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വെണ്ടുട്ടായി യുവരശ്മിയുടെ 29ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിവന്ന ഗ്രാമോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കൊയ്യത്തി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വെണ്ടുട്ടായി യുവരശ്മിയുടെ 29ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗ്രാമോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കൊയ്യത്തി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. 29 വർഷത്തെ യുവരശ്മിയുടെ
പ്രവർത്തനങ്ങൾ നേരിട്ടു കണ്ട നമ്മുടെ നാട്ടുകാർക്ക് മുന്നിൽ യുവരശ്മിയുടെ പ്രവർത്തകർ, മുതിർന്ന അംഗങ്ങൾ 29ാം വർഷത്തെ വാർഷികാഘോഷത്തിന്റെ സമാപന ദിനത്തെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് എം അജിത് കുമാർ അധ്യക്ഷനായി. ഡോക്ടർ പ്രശോഭിത്, കെ ഹരീന്ദ്രൻ എന്നിവർ സമ്മാനങ്ങൾ നൽകി. പി ജനാർദ്ദനൻ, സി സദാനന്ദൻ, കെ മോഹനൻ, എ ഷൈജു, എം ഷൈജിത്ത്, ബീന സത്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാസന്ധ്യയും അരങ്ങേറി. ദേശത്തിന്റെ തൊടുകുറിയുവരശ്മി കൊല്ലം 29 കഴിഞ്ഞിടുന്നു. വെണ്ടുട്ടായി ദേശത്തിന്റെ തൊടുകുറിയുവരശ്മി കൊല്ലം 29 കഴിഞ്ഞിടുന്നു. ചൊരിഞ്ഞിടും മധുമാസ പൂമാരി ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി മെഡിക്കൽ ക്യാമ്പ്, യുവജന സെമിനാർ, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കലാകായിക മത്സരങ്ങൾ, രചനാ മത്സരങ്ങൾ, വയോജന ഉല്ലാസയാത്ര, കൊൽക്കളി എന്നിവയും നടന്നു. ചൊക്ലി ആസാദ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന പൗരസംഗമം സംഘടിപ്പിച്ചു. ചൊക്ലി ടൗണിൽ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ടൗണിൽ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് ഉദ്ഘാടനം ചെയ്തു. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്?
നമുക്കറിയാം, ലോകത്തിന് തന്നെ മാതൃകയായി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായി. 47 ശേഷം 3 വർഷക്കാലം നീണ്ട കഠിന പ്രയത്നത്തിന്റെ ഭാഗമായി മഹാരഥന്മാരായിട്ടുള്ള ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികൾ ലോകത്തുടനീളമുള്ള വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഭരണഘടനയിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഗവേഷണം നടത്തി ഒടുവിൽ പ്രാവർത്തികമായി വന്നിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അത് പല കാര്യത്തിലും നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടന, ഈ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിലെ 143 കോടി ജനങ്ങൾ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. കെ.പി. ദയാനന്ദൻ അധ്യക്ഷനായി. ഇന്ത്യൻ ഭരണഘടനയും പൗരാവകാശ സംരക്ഷണവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പി.കെ. രവീന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു, എ. രാഘവൻ, എം. ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കെ. പ്രദീപ് കുമാർ സ്വാഗതവും സത്യനാഥൻ കുനിയിൽ നന്ദിയും പറഞ്ഞു. 184ഓളം രാജ്യങ്ങളുടെ പതാകയും ലോഗോയും കണ്ടാൽ അതേത് രാജ്യത്തിൻ്റെതാണെന്ന് ഒറ്റശ്വാസത്തിൽ മറുപടി പറയുന്ന ഭിന്നശേഷി വിദ്യാർത്ഥി മുഹമ്മദ് സമാനെ ആദരിച്ചു. ചമ്പാട് താര ജംഗ്ഷനിലെ നാസ്വില്ലിയിൽ നിയാസ് തനൂജ ദമ്പതികളുടെ മകനായ മുഹമ്മദ് സമാനെയാണ് പാനൂർ മേഖല ചമ്പാട് താര ജംഗ്ഷൻ SKSSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. 184ഓളം രാജ്യങ്ങളുടെ പതാകയും ലോഗോയും കണ്ടാൽ അതേത് രാജ്യത്തിൻ്റെതാണെന്ന് ഒറ്റശ്വാസത്തിൽ മറുപടി പറയുന്ന മുഹമ്മദ് സമാനെ ആദരിച്ചു. ചമ്പാട് താര ജംഗ്ഷനിലെ നാസ് വില്ലയിൽ നിയാസ് തനൂജ ദമ്പതികളുടെ ഭിന്നശേഷിക്കാരനായ മകൻ മുഹമ്മദ് സമാനെയാണ് പാനൂർ മേഖല ചമ്പാട് താര ജംഗ്ഷൻ SKSSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. വിമാനങ്ങൾ, വാഹനങ്ങൾ, പ്രൊഡക്റ്റുകൾ തുടങ്ങിയവയുടെ ലോഗോ കാണിച്ചാൽ ഏതാണെന്ന് വ്യക്തമായി മറുപടി നൊടിയിടയിൽ കിട്ടും. രാജ്യങ്ങളുടെ പേര് പറഞ്ഞാൽ അതിന്റെ തലസ്ഥാനം ഏതാണെന്നും കൃത്യമായി പറയുന്ന സമാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. മുസ്ലിം ലീഗ് ദേശീയ ഉപാധ്യക്ഷനും സുപ്രഭാതം ദിനപത്രം വൈസ് ചെയർമാനും ഖത്തർ സഫാരി ഗ്രൂപ്പ് ഡെപ്യൂട്ടി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ. സൈനുൽ ആബിദീൻ സഫാരി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ പാറക്കൽ അബ്ദുള്ള, കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ എന്നിവർ ചേർന്ന് ക്യാഷ് അവാർഡ് നൽകി മുഹമ്മദ് സമാനെ ആദരിച്ചു. റഹീം ചമ്പാട് അധ്യക്ഷനായി. അടിയോട്ടിൽ അഹമ്മദ്, സമീർ പറമ്പത്ത്, കെ. കുഞ്ഞിമൂസ, റിയാസ് നെച്ചോളി, NB മുനീർ, ജാഫർ ചമ്പാട്, MB അഷ്റഫ്, മഞ്ചൂർ പാനൂർ, ആഷിഖ് പുഴക്കോൾ, നിയാസ് നാസ് വില്ല, ഹംദി കോറോത്ത് എന്നിവർ സംസാരിച്ചു. PP റഫ്നാസ് സ്വാഗതവും CM റൈസൽ നന്ദിയും പറഞ്ഞു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലാങ്കോട് പോയിൽ ഉത്തമന്റെ വീട് സൗജന്യ വൈദ്യുതീകരണം നടത്തി വെളിച്ചമെത്തിച്ചു. ജില്ലയിലെ സൗജന്യ വൈദ്യുതീകരണത്തിൽപ്പെട്ട 117ാമത്തെ വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ നിർവഹിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലാങ്കോട് പൊയ്യിൽ ഉത്തമന് വീട് സൗജന്യമായി വൈദ്യുതീകരണം നടത്തി വെളിച്ചമെത്തിച്ചു. ജില്ലയിലെ സൗജന്യ വൈദ്യുതീകരണത്തിൽപ്പെട്ട 117ാമത്തെ വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ നിർവഹിച്ചു. നിർധനായിട്ടുള്ള ആളുകൾക്ക് സൗജന്യ വൈദ്യുതീകരണം നടത്തിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള വൈദ്യുതീകരണ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ 117ാമത്തെ വീടാണ് ഇന്ന് ഇവിടെ ഈ ഉത്തമൻ്റെ വീട് വൈദ്യുതീകരിച്ചതോടുകൂടി നമ്മുടെ സംഘടന ചെയ്തു കൊടുക്കുന്ന വീട്. കഴിഞ്ഞ 3-3.5 വർഷക്കാലം കൊണ്ട് തന്നെ 117ഓളം വീടുകൾ വൈദ്യുതീകരിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഏകദേശം 20 ലക്ഷം രൂപയാണ് സംഘടന കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ ഒരു പദ്ധതിക്കായി വേണ്ടി നീക്കിവെച്ചത്. ജില്ലാ സെക്രട്ടറി KT ജഗദീഷ് അധ്യക്ഷനായി. ചടങ്ങിൽ സംസ്ഥാന റെസ്ക്യൂ ടീം ക്യാപ്റ്റൻ രമിത്, ഷാബു K സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂക്കര ബ്ലൂ വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയും മയക്കുമരുന്നിനെതിരെയും ജനകീയ സദസ്സ് നടത്തി. പുല്ലൂക്കര പിള്ളാടിപ്പീടിക പരിസരത്ത് നടന്ന പരിപാടിയിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസ് എടുത്തു.
പുല്ലൂക്കര ബ്ലൂ വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയും മയക്കുമരുന്നിനെതിരെയും ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പുല്ലൂക്കര പിള്ളാണ്ടിപ്പീടിക പരിസരത്ത് നടന്ന പരിപാടിയിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൗമാരക്കാരെ കുട്ടികൾ പോലും ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന കാഴ്ചകൾ കാണാറുണ്ട്. എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ ധൈര്യം വന്നത്? നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കൂ എന്നാണല്ലോ ശീലം. ഏത് സംസ്കാരം എടുത്താലും, പരിശുദ്ധമായി ഇസ്ലാം മതം എടുത്തു കഴിഞ്ഞാലും മറ്റു മതങ്ങളുടെയൊക്കെ സംസ്കാരം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കൂ എന്ന ശീലം മാറി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വന്ന് ലഹറിന് ശേഷം എഴുന്നേൽക്കുന്ന പുത്തൻ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ പുതിയ കുട്ടികൾ. അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ തിരുത്തേണ്ട സമയത്ത് മക്കളെ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ, ശകാരിക്കേണ്ട സമയത്ത് ശകാരിക്കാനും തിരുത്തേണ്ട സമയത്ത് തിരുത്താനും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ പിന്നീട് നമുക്ക് നേരിടേണ്ടി വരുമെന്നതിന്റെ മകുടോദാഹരണമാണ് ഈ അടുത്ത കാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്തഫ മാസ്റ്റർ അധ്യക്ഷനായി. അജീഷ് പുല്ലൂക്കര, മോഹസിൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു. അനീസ് പുല്ലൂക്കര സ്വാഗതവും അഫ്സൽ കെ ഉസ്മാൻ നന്ദിയും പറഞ്ഞു. ധർമ്മടം ലയൺസ് ക്ലബ്, ലിയോ ക്ലബ്, NTTF ടെലിച്ചെറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ പതാക ഉയർത്തി. ധർമ്മടം ലയൺസ് ക്ലബ്, ലിയോ ക്ലബ്, NTTF ടെലിച്ചേരി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ പതാക ഉയർത്തി. 1947 മുതൽ 50 വരെ 3 വർഷക്കാലം ഏറെക്കുറെ ചർച്ചകളുടെ ഘോഷയാത്രകൾ എങ്ങനെയാവണം ഭാവി ഭാരതം. അതിനുവേണ്ടിയാണ് ലോകത്തിൻ്റെ നാനാ മേഖലകളിലുമുള്ള ജനാധിപത്യ ഭരണഘടനകളും അതിൻ്റെ ഉള്ളടക്കങ്ങളും അതിൻ്റെ സവിശേഷതകളും എല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു പരമോന്നത ഭരണഘടനയുള്ള അംഗീകരിക്കപ്പെടുന്നത്. ഭരണഘടനയുടെ തുടക്കം തന്നെ നാം ഭാരതീയർ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ആണ്, ഞങ്ങളാണ്. ഞങ്ങൾ എന്ന സത്യ തന്നെ സമത്വത്തിൻ്റെ ഒരടയാളമാണ്. പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്ന ഒരു അഹംഭാവത്തിൻ്റെ ഒരു പദാവലി, അവിടെയാണ് ഞങ്ങൾ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പം അതിൻ്റെ എല്ലാ അംശങ്ങളും സ്വാംശീകരിച്ചുകൊണ്ടാണ് ദേശീയ ഗാനം ഉൾപ്പെടെ. തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, നടപ്പിൻ്റെ, ഭാഷയുടെ, വേഷത്തിൻ്റെ, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ആ പട്ടികയിൽ വരുന്നതാണ്. പക്ഷെ ഇന്ന് ഭാഷയുടെയും ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും നടപ്പിൻ്റെയും ഇരിപ്പിൻ്റെയും കാര്യത്തിൽ നമ്മൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ ചില മതിൽക്കെട്ട് ഈ 77 വർഷം പിന്നിടുന്നു. ധർമ്മടം ലയൺസ് ക്ലബ് സെക്രട്ടറി CM ഷീജ അധ്യക്ഷയായി. എരഞ്ഞോളി ചിൽഡ്രൻസ് ഹോമിലെ നിർധനരായ പെൺകുട്ടികൾക്ക് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, ലിയോ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ സുദേശ് PP എന്നിവർ ചേർന്ന് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് P. ഷെർലിയെ ആദരിച്ചു. പിണറായി AKG മെമ്മോറിയൽ ഹൈസ്കൂളിലെ 1989-90 SSLC ബാച്ച് കൂട്ടായ്മയായ സമാഗമത്തിന്റെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത്. പിണറായി AKG മെമ്മോറിയൽ ഹൈസ്കൂളിലെ 1989-90 SSLC ബാച്ച് കൂട്ടായ്മയായ സമാഗമം സഹപാഠിയായ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷെർലിക്ക് സ്നേഹ ആദരവ് നൽകി ആദരിച്ചു. മുഖ്യാതിഥിയായ സരസ്വതി ടീച്ചർ ഷെർലിയെ ആദരിച്ചു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ, അതെന്ന് പറഞ്ഞാൽ കുറച്ചിടങ്ങളിൽ എനിക്ക് ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ, ഏറ്റവും പ്രിയപ്പെട്ടവർ സംഘടിപ്പിക്കുന്ന ഈ ആദരവ് സാക്ഷികളായിട്ട് പ്രിയപ്പെട്ടവരുണ്ടായി എൻ്റെ മനസ്സിൽ
എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു മൈക്കിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നമുക്ക് ഏതായാലും ഒരു എന്താ പറയുക, നമ്മുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു സന്തോഷം. എല്ലാ ആശംസകളും. KM സന്തോഷ് അധ്യക്ഷനായി. ചടങ്ങിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ കൂടിയാട്ടം, കേരള നടനം എന്നീ നൃത്തവിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ നവ്രത വിനുവിനെ ആദരിച്ചു. ബിജു, സുരേന്ദ്രൻ, ഷാനവാസ്, ബീന, സബീഷ്, സായിലാൽ, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. വിനു സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. പോണ്ടിച്ചേരിയിൽ നടന്ന 31ാമത് അന്തർദേശീയ യോഗ മത്സരത്തിൽ മികച്ച വിജയം നേടി മാഹി ആയുർവേദ കോളേജിലെ യോഗ വെൽനസ് ക്ലബ് അംഗങ്ങളെ അനുമോദിച്ചു. സി തിലകരാജ്, PT ജയേന്ദ്രൻ, താജു കുലോത്ത് എന്നിവർക്കാണ് ആയുർവേദ കോളേജിൽ അനുമോദനമൊരുക്കിയത്. പോണ്ടിച്ചേരിയിൽ നടന്ന 31ാമത് അന്തർദേശീയ യോഗ മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായ മാഹി ആയുർവേദ മെഡിക്കൽ കോളേജിലെ യോഗ വെൽനസ് ക്ലബ് അംഗങ്ങളായ സി തിലകരാജ്, PT ജയേന്ദ്രൻ, താജു കുലോത്ത് എന്നിവരെ അനുമോദിച്ചു. ആയുർവേദ കോളേജിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ വിജയികളെ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കുബേർ സംഘ്, വകുപ്പ് മേധാവി ഡോക്ടർ ബിനു, KS അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വേദവ്യാസ്, യോഗ അധ്യാപിക ഡോക്ടർ CK റീമ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്മാർട്ട് കരാട്ടെ ക്ലബിന്റെ 3ാമത്തെ ബ്രാഞ്ചും ബ്രാഞ്ചിന്റെ ഹെഡ് ഡോജോയുമായ സ്മാർട്ട് ഷീറ്റോ കരാട്ടെ അക്കാദമി കീഴ്മാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകൃത കരാട്ടെ ക്ലാസ്സാണ് ഇവിടെ നൽകുന്നത്. കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകൃത കരാട്ടെ ക്ലാസ് കീഴ്മാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്മാർട്ട് കരാട്ടെ ക്ലബിന്റെ 3ാമത്തെ ബ്രാഞ്ചും കൂടാതെ ബ്രാഞ്ചിന്റെ ഹെഡ് ഡോജോ ആയും സ്മാർട്ട് ഷിറ്റോ കരാട്ടെ അക്കാദമി കീഴ്മാടത്ത് പ്രവർത്തനം ആരംഭിച്ചത്. മാടപ്പീടിക പുനർജിനി യോഗ സെന്ററിലെ യോഗാചാര്യൻ ഡോക്ടർ സുനിൽകുമാർ പൊയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. റാറ്റ് പാർക്ക് എന്ന് ഒരു പരീക്ഷണമുണ്ട്. ആ റാറ്റ് പാർക്ക് എന്ന് പറഞ്ഞ പരീക്ഷണം നടത്തിയ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കൂട്ടം എലികളെ എടുത്തു. ആദ്യം ആ ഒരു കൂട്ടം എലികളെ എടുത്തുകൊണ്ട് ഒരു റൂമിലേക്ക് വിട്ടതിന് ആ എലികളിൽ ഡേറ്റ്സ്, നട്ട്സ്, പഴങ്ങള്, എല്ലാ സാധനവും, എലി കഴിക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തു. ഒരു ഗ്ലാസ്സിൽ നമ്മുടെ മയക്കുമരുന്ന് കലക്കിയ, പെത്തഡേൻ കലക്കിയ വെള്ളം വെച്ച് കൊടുത്തു. ഒരു ഗ്ലാസ്സിൽ സാദാ വെള്ളം വെച്ച് കൊടുത്തു. ഒരു എലിയെ മാത്രമേ ആ റൂമിലേക്ക് കടത്തി വിട്ടുള്ളൂ. ആ എലി ആദ്യം പോയി ഡേറ്റ്സ് കഴിച്ചു, പിന്നെ പെത്തഡേൻ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു. പിന്നെ ആ എലി വേറെ ഒരു ഭക്ഷണവും കഴിക്കാതെ പെത്തഡേൻ മാത്രം കുടിച്ച് ആ എലി ഏതാനും ആഴ്ചകൾ കൊണ്ട് എലി മരിച്ചുപോയി. അതിനുശേഷം ഇതേ സ്ഥലത്ത് ഒരു കൂട്ടം എലികളെ കൊണ്ടുവച്ചു. ആ എലികളെ കൊണ്ടുവച്ചിട്ട് പ്രദീപൻ മാസ്റ്റർ അധ്യക്ഷനായി. CM ശ്രീനിവാസൻ മാസ്റ്ററും സെൻസായി ഷിജിലും സെൻസായി നന്ദിൻ പ്രദീൻ ദത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷ് കുമാർ സ്വാഗതവും സെൻസായി ശരത് ലാൽ നന്ദിയും പറഞ്ഞു. ഡോക്ടർ സുനിൽകുമാർ പൊയിലിനെയും കളരി ഗുരുക്കളായ ബാബു ഗുരുക്കളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ജില്ലയിലും സംസ്ഥാനത്തും വിജയികളായ കുട്ടികളുടെ അനുമോദന ചടങ്ങും നടന്നു. കരാട്ടെ ഡെമോൺസ്ട്രേഷനും കത്ത കുമിത്തെ മത്സരവും സംഘടിപ്പിച്ചു. പ്രമുഖ ജ്വല്ലറി റീറ്റെയിൽ ബ്രാൻഡായ ലുലു ഗോൾഡിന്റെ കുറ്റ്യാടി ഷോറൂം നരിക്കോട്ടും ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു. ലുലു സാരീസ് ബിൽഡിംഗിൽ പുതിയ ഷോറൂം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ ജ്വല്ലറി റീറ്റെയിൽ ബ്രാൻഡായ ലുലു ഗോൾഡിന്റെ കുറ്റ്യാടി ഷോറൂം നരിക്കോട്ടും ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു. ലുലു സാരീസ് ബിൽഡിംഗിൽ പുതിയ ഷോറൂം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
ഗ്രൂപ്പ് ചെയർമാൻ PP അബ്ദുൽ ഹമീദ്, ലുലു ഗോൾഡ് ചെയർമാൻ അബ്ദുറഹ്മാൻ കല്ലായി, NA കരീം, ലുലു ഗോൾഡ് ഡയറക്ടർമാരായ ജുനൈദ് മുഹമ്മദ്, ജസീർ കരീം, നൌഫൽ കല്ലായി, മുഹമ്മദ് അലി, ലുലു സാരീസ് MD PK ഹബീബ്, ജനറൽ മാനേജർമാരായ അനീസ് മുഹമ്മദ്, നബീൽ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലുലു ഗോൾഡിന്റെ 4ാമത്തെ ഷോറൂം കുറ്റ്യാടിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ കണ്ണൂരിലും തലശ്ശേരിയിലും കോഴിക്കോടൊക്കെ തുടങ്ങി ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ സ്ഥാപനമായി ലോകം വളർന്നു കഴിഞ്ഞു. ഗുണഭോക്താക്കൾക്ക് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സർവീസുകളും അവർക്ക് സംതൃപ്തികരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഏറെ ജനകീയമായി മാറിയിരിക്കുകയാണ്. സംരംഭത്തിന് വലിയ ഈ ഒരു ബ്രാഞ്ചിൽ എല്ലാവിധ ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ജ്വല്ലറി വ്യാപാര രംഗത്ത് ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ വ്യാപാരം നടത്തുന്ന ലുലു ഗോൾഡിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരം തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഈ പ്രദേശത്തെ ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയും സഹായവും ഞങ്ങൾ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം പൂർണ്ണമായും ഏറ്റവും വിശ്വസ്തമായ രൂപത്തിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണം വാങ്ങാനുള്ള ഒരു ഷോപ്പായി ലുലു ഗോൾഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരികയും ചെയ്യുകയാണ്. ലുലു ഗോൾഡ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വളരെ വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ്. ജനങ്ങൾക്ക് വളരെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം എന്നതാണ് ഇതിൻ്റെ മുഖമുദ്ര. ആ നിലക്ക് കണ്ണൂരിലും തലശ്ശേരിയിലും കോഴിക്കോടും വളരെ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനം കുറ്റ്യാടി കൂടി ആരംഭിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ വെഡ്ഡിംഗ് പാക്കേജുകളും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ലുലു ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പാശ്ചാത്യ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുടെ അമൂല്യ ശ്രേണി, പ്രീമിയം ബ്യൂട്ടിക് ജ്വല്ലറി കളക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക്, സെമി ആന്റിക്, മോഡേൺ, ചെട്ടിനാട് ഡിസൈനുകളോടൊപ്പം രത്നാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും ഏറ്റവും പുതിയ ശ്രേണികളും ഇന്ത്യയിലെ പരമ്പരാഗത ആഭരണ ശ്രേണികളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ കുഞ്ഞുങ്ങൾക്കായുള്ള ആഭരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഷോറൂമുകളുള്ള ലുലു ഗോൾഡിന്റെ 4ാമത് ഷോറൂമാണ് കുറ്റ്യാടിയിലേത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടി അന്വേഷിച്ച് തീർപ്പാക്കേണ്ട വിഷയമല്ല CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോപണ വിധേയൻ MLA ആണെന്നുള്ളത് ഗൗരവതരമെന്നും സണ്ണി ജോസഫ്. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച നാട്. സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിനാചരണ പരിപാടിക്കിടെ മന്ത്രി കുഴഞ്ഞു വീണു. പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ആശുപത്രിയിലേക്ക് മാറ്റി. മുഴപ്പിലങ്ങാട് മഠത്തിനടുത്ത് ലോറി മറിഞ്ഞ് അപകടം, വഴിയാത്രികൻ മരിച്ചു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.